ബാർക്കോഴയുടെ വിധി വന്നതോടെ കോൺഗ്രസുകാരാകെ ആഹ്ലാദഭരിതരായിരിക്കുകയാണത്രേ. ഉമ്മൻചാണ്ടി മുതൽ കെ ബാബു വരെയുള്ള എ ഗ്രൂപ്പുകാർക്ക് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ചെന്നിത്തലയ്ക്ക് എന്തായാലും സന്തോഷമാണ്. ജൂനിയർ ഉമ്മൻചാണ്ടിയും ഇപ്പോഴും യൂത്ത് കോൺഗ്രസുകാരനുമായി തുടരുന്ന PC വിഷ്ണുനാഥ് സങ്കടമുള്ള ചെന്നിത്തലയെ പോലുള്ളവർക്ക് വേണ്ടി ഉള്ളറിഞ്ഞ് ചില കവിതകൾ ചൊല്ലുകയാണ്. പണ്ടേ ഗായകനായ വിഷ്ണു കവിതയുടെ അസ്കിത കൂടി പിടിപെട്ടതോടെ യൂത്ത് കോൺഗ്രസുകാർ ആഹ്ലാദചിത്തരാണ്. ബാർ വിധിയുടെ സന്തോഷത്തെ തോൽപ്പിക്കുന്ന കവിതയാണ് വിഷ്ണുവിൻ്റെത്. പേന കൊണ്ട് തല്ലി, സിനിമ ഡയറക്ടർമാർ എന്നെ നാക്കുകൊണ്ട് തല്ലി, അങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരും. ആർക്കും എന്നെ തടുക്കാനാവില്ല. എന്റെ പുതിയ ഗാനം കേട്ടോ. ഇങ്കുലാവിൻ മക്കൾ ആരും അറിഞ്ഞില്ല ഉദരത്തിലെ രാസമാറ്റം, ഉലകത്തിലെവിടെയും തകിടം അറിയുന്ന ഭരണത്തിനല്ലയോ നോട്ടം. പാൽക്കാരി പെണ്ണേ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ പാട്ടു നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ. ഇങ്കിലാവിൻ മക്കൾ ആരും അറിഞ്ഞില്ലേ ഉദരത്തിലെ രാസമാറ്റം, ഉലകത്തിലെവിടെയും തകിടം അറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം. എങ്ങനുണ്ട് എന്റെ പാപ്പാപ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു, താങ്ക് യു. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടോ? നോ, റിയലിസ്റ്റിക് പോയട്രി. ആർക്കും പിടികിട്ടും. അല്ലാതെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊന്നും ഞാൻ എഴുതിയില്ല. കാരണം ഓർമ്മകൾ ആടുകളെയോ പശുക്കളെയോ പോലെ മേയാറില്ല. ഇനി അഥവാ മേഞ്ഞാൽ തന്നെ ആരും മിറ്റത്ത് കയറാൻ സമ്മതിക്കൂല, അടിച്ചോടിക്കും. വന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. അതിന് ബിജു രാധാകൃഷ്ണനായാലും വേണ്ടിയില്ല, സരിത നായരാണെങ്കിലും വേണ്ടിയില്ല, ബിജു രമേശനാണെങ്കിലും വേണ്ടിയില്ല. ഉലകത്തിലെവിടെയും തകിടം മറിയുന്ന ആ ഭരണത്തിൽ ഒരു പങ്ക് കിട്ടാൻ ഇനി BJP ആണെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമുക്ക് നയിക്കാൻ കഴിയില്ല. ഗോൾ കീപ്പർ എന്നതിന്റെ ഒരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റിയതാണ്. ഗോളിയാണ് ഹീറോ. ചുരുക്കി പറയാം, ഉദ്വേഗജനകമായ ക്ലൈമാക്സിൽ കളി തീരാൻ 1 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഗോളി, അതായത് നമ്മുടെ ഹീറോ, ഒറ്റയ്ക്ക് പന്തുമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എതിർ ടീമിന്റെ പെനാൽറ്റി ഏരിയയിൽ നിന്നും വലവശത്തേക്ക് നീണ്ടി ഒരൊറ്റ അടി. ഗോൾ! 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 ഗോളി എങ്ങനെ ഗോൾ അടിക്കുന്നത്? അത് സിനിമയിൽ ഹീറോയ്ക്ക് എന്തും ചെയ്യാമല്ലോ, നമ്മൾ ദിവസം കാണുന്നതല്ലേ. സരിതയുമായും സോളാറുമായും ചേർത്ത് എന്തെന്ത് കഥകൾ പ്രചരിപ്പിച്ചാലും ഇമാതിരി ഒരു കവിത മതി. വിഷ്ണുനാഥ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. അല്ലെങ്കിലും കോൺഗ്രസുകാർ ആളെ കൂട്ടാൻ പണ്ടേ മിടുക്കരാണ്. യൂത്ത് കോൺഗ്രസുകാർ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടത്തിയ നേതൃസമ്മേളനം തന്നെ നോക്കുക. മന്ത്രിമാരും നേതാക്കളും ഒക്കെ പങ്കെടുത്തു. വിഷ്ണുനാഥ് പാട്ടും പാടി. എന്നിട്ടെന്താ, ആളെ കൂട്ടാൻ സിനിമാ നടിയെ തന്നെ വിളിക്കേണ്ടി വന്നു. സാക്ഷാൽ അനുശ്രീയായിരുന്നു ചടങ്ങിലെ ആകർഷണം. നടി പറയുന്നത് കേട്ടാലോ. എന്റെ ആദ്യത്തെ ഒരു പൊളിറ്റിക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ പ്രോഗ്രാമിനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ അറിയില്ല. എന്തായാലും കോൺഗ്രസ് 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 കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും പാർട്ടിയുടെ പേരിങ്ങനെ ഉച്ചത്തിൽ പറയുന്ന പ്രോഗ്രാമിന് പോവാറില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. എൻ്റെ നാടിനടുത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമിന് എനിക്ക് വരാൻ കഴിഞ്ഞതിലും ഇത്രയും ആൾക്കാരെയും കാണാൻ കഴിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷം. സാർ നേരത്തെ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോഴും എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. സോ എന്തായാലും ഇതിന് വരാൻ കഴിഞ്ഞു. അപ്പം എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു. പാർട്ടിയെക്കുറിച്ച് ഇത്രയധികം പഠിച്ചു വച്ചിരിക്കുന്ന അനുശ്രീയെ പോലുള്ള നടിമാരെ ആശംസയർപ്പിക്കാൻ വിളിക്കുന്നത് എന്തിന് എന്നതാണ് യൂത്തന്മാർക്ക് മനസ്സിലാകാത്തത്. തൽക്കാലം വിഷ്ണുവിന്റെ കവിത കൊണ്ട് തൃപ്തിയടയാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് PC ജോർജിനെ താലോലിക്കൽ. കരയല്ലേ, ഇങ്ങോട്ട് കുജാര കുജാര, ഇങ്ങോട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്.